ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നളദമയന്തിമാരുടെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നളൻ ഋതുപർണ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ജോലിക്ക് കയറിയ കാര്യം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. അങ്ങനെ വിദർഭ നരേശനായ ഭീമകൻ, അതായത് ദമയന്തിയുടെ അച്ഛൻ, തൻ്റെ മകളും മരുമകനും കാടു കയറിയ വാർത്ത അറിഞ്ഞത് വളരെ വൈകിയാണ്. അദ്ദേഹം ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി അവർക്ക് ധാരാളം പണം നൽകിയ ശേഷം തൻ്റെ മകളെയും ഭർത്താവിനെയും കണ്ടുപിടിക്കാൻ ഉത്തരവ് നൽകി. ഈ ഭൂമിയിൽ എവിടെയുണ്ടെങ്കിലും അവരെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നവന് 1000 പശുക്കളും കരമൊഴിവായി വിശാലമായ ഭൂപ്രദേശവും കൊടുക്കുമെന്നതാണ് അദ്ദേഹം നൽകിയ വാഗ്ദാനം. അവരെ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിലും അവരെപ്പറ്റി വിവരം തന്നാലും അവർക്ക് 10,000 പശുക്കളെ പാരിതോഷികമായി നൽകും. ബ്രാഹ്മണന്മാർ ദമയന്തി അന്വേഷിച്ച് പുറപ്പെട്ടു. സുദേവൻ എന്നു പേരുള്ള ബ്രാഹ്മണൻ നളദമയന്തിമാരെ കണ്ടുപിടിക്കാനായി ചേതി നരേശൻ്റെ രാജധാനിയിലെത്തി. യാദൃച്ഛികമായി ഒരു ദിവസം അവിടുത്തെ കൊട്ടാരത്തിൽ വെച്ച് അദ്ദേഹം ദമയന്തിയെ കാണുകയാണ്. ആ സമയം രാജകൊട്ടാരത്തിൽ പുണ്യാഹ കർമ്മം നടക്കുകയായിരുന്നു. ദമയന്തിയും സുനന്ദയും ഒരുമിച്ചിരുന്ന് അത് കാണുന്നുണ്ടായിരുന്നു. ദമയന്തിയെ കണ്ട സുദേവന് ആളെ മനസ്സിലായി. ദമയന്തിക്ക് ഒരു രൂപവ്യത്യാസവും ഇല്ലായിരുന്നു. സുദേവൻ സ്വയം ആശ്വസിച്ചു. നന്നായി, ദമയന്തിയെ കണ്ടതോടുകൂടി തൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ തൻ്റെ യാത്ര സഫലമായല്ലോ. സുദേവൻ ദമയന്തിയുടെ അടുത്തു ചെന്നു. വിദർഭ നന്ദിനി, ഞാൻ ഭവതിയുടെ സഹോദരൻ്റെ മിത്രമായ സുദേവനാണ്. ഭീമക രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ഭവതി എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഇറങ്ങിയതാണ്. എന്നിട്ട് വീണ്ടും സുദേവൻ ദമയന്തിയോട് പറയുകയാണ്, ഭവതിയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ സുഖമായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ 2 കുട്ടികളും വിദർഭദേശത്ത് സന്തോഷമായി തന്നെയാണ് കഴിയുന്നത്. പക്ഷേ ഭവതിയെയും നളനെയും കാണാതായ കാലം മുതൽ അവർ വലിയ വിഷമത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ സുദേവൻ ദമയന്തിയോട് പറയുന്നു. എന്നിട്ട് പറയുന്നു, ഭവതിയെ കണ്ടുപിടിക്കാനായിട്ട്, നളനെയും ദമയന്തിയെയും കണ്ടുപിടിക്കാനായിട്ട് ബ്രാഹ്മണരെ അയച്ചിരിക്കുകയാണ്. ഈ ഭൂമി മുഴുവന് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കാമെന്നാണ് ഭീമക രാജാവ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദമയന്തിയോട് പറയുന്നു. അപ്പോൾ ദമയന്തിയും സുദേവനെ തിരിച്ചറിഞ്ഞു. എന്നിട്ട് മെല്ലെ മെല്ലെ എല്ലാവരുടെയും വിവരങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് കുട്ടികളുടെ കാര്യമൊക്കെ ചോദിക്കുന്ന സമയത്തായിട്ട് ദമയന്തി അറിയാതെ അങ്ങ് പൊട്ടിക്കരയുകയാണ്. ആ സമയത്ത് സുനന്ദ പേടിച്ചു പോയി. എന്നിട്ട് സുനന്ദ ഓടി ചെന്നിട്ട് രാജമാതാവിനോട് പറഞ്ഞു, ഇതുപോലെ ഒരാൾ വന്ന് സംസാരിക്കുന്നു. ആ സമയത്ത് ദമയന്തി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ദമയന്തി ദേ കരയുന്നു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ രാജമാതാവ് ഓടി വന്നിട്ട് ഈ സുദേവനോട് ചോദിക്കുകയാണ്, ഹേ ശ്രേഷ്ഠ ബ്രാഹ്മണ, ഇവൾ ആരുടെ പത്നിയാണ്? ആരാണ് ഇവളുടെ അച്ഛൻ? ഇവളുടെ കുലം ഏതാണ്? എന്തുകൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനെ ഈ ദുരിതങ്ങളൊക്കെ വന്നു പോയതെന്നൊക്കെ ചോദിക്കുന്നു. ഉടനെ സുദേവൻ നളദമയന്തിമാരുടെ ചരിത്രം മുഴുവൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്തേക്ക് രാജമാതാവ് ദമയന്തിയെ തിരിച്ചറിയുന്നു. എന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ അമ്മയും ഞാനും ദശാർണ ദേശത്തിലെ രാജാവായ സുധാമയുടെ പുത്രിമാരാണ്. നീ പിറന്നത് എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ്. അന്ന് ഞാൻ കുഞ്ഞായ നിന്നെ കണ്ടിട്ടുണ്ട്. നിൻ്റെ അച്ഛൻ്റെ വീട് നിൻ്റേതെന്നതുപോലെ തന്നെ അത് എൻ്റേതും കൂടിയാണ്. ഇവിടെയുള്ള സമ്പത്ത് എൻ്റേതെന്നതുപോലെ തന്നെ നിൻ്റെയും കൂടിയാണ് എന്ന് പറയുന്നു. അതായത് തൻ്റെ അമ്മയുടെ അനിയത്തിയായിരുന്നു ആ രാജമാതാവ്. രാജമാതാവിൻ്റെ വാക്കുകൾ കേട്ട് ദമയന്തിക്ക് വലിയ സന്തോഷമായി. ദമയന്തി തൻ്റെ ചിറ്റമ്മയുടെ കാലു തൊട്ട് വന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അച്ഛൻ്റെ കൊട്ടാരത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ 2 കുഞ്ഞുങ്ങളും അവിടെയാണ്. അവർക്കും അച്ഛനെ കാണാനൊക്കെ ആഗ്രഹം കാണും. അദ്ദേഹം ഇപ്പോൾ എവിടെയാണോ എന്തോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. അപ്പോഴേക്കും ഈ രാജമാതാവ് പല്ലക്കൊക്കെ വരുത്തിയിട്ട് അതിൽ കയറ്റി സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് എന്ത് ചെയ്യുന്നു, ദമയന്തിയെ വിദർഭദേശത്തേക്ക് അയക്കുകയാണ്. വിദർഭദേശത്തെത്തിയ ദമയന്തിയെ വലിയ സൽക്കാരത്തോടു കൂടിയാണ് ഭീമക രാജാവ് സ്വീകരിച്ചത്. എന്നിട്ട് തൻ്റെ കുഞ്ഞുങ്ങളെയും അച്ഛനമ്മമാരെയും ദമയന്തി കണ്ടു. അതിനുശേഷം തൻ്റെ
പുത്രിയെ തിരിച്ചു കിട്ടിയതിൽ ഭീമക രാജാവ് വലിയ സന്തോഷമായി. അങ്ങനെ ഭീമക രാജാവ് സുദേവന് 1000 പശുക്കളും കരമൊഴിവാക്കിയ ദേശവും കൊടുത്ത് സന്തോഷപൂർവ്വം മടക്കി അയക്കുന്നു. ഇനി നളൻ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നളൻ ഇപ്പോൾ എവിടെയാണ്? ഋതുപർണ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ്. അപ്പോൾ ഒരു ദിവസം ദമയന്തി അമ്മയോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, ഞാൻ സത്യമേ അമ്മയോട് പറയുകയുള്ളൂ. എൻ്റെ ജീവനോട് അമ്മയ്ക്ക് കാണണമെങ്കിൽ എൻ്റെ പതിദേവനെ കണ്ടുപിടിച്ചു തരണം. ദമയന്തിയുടെ വാക്കുകൾ കേട്ട് അലിവ് തോന്നിയ രാജമാതാവ് തൻ്റെ മകൾക്ക് ഭർത്താവിൻ്റെ കാര്യത്തിൽ വലിയ ആകുലതയാണെന്ന് ഭീമക രാജാവിനെ അറിയിച്ചു. രാജാവാകട്ടെ ഉടനെ തന്നെ ബ്രാഹ്മണരെ വരുത്തി നളനെ കണ്ടുപിടിക്കാനായിട്ട് നിയോഗിച്ചു. ആ ബ്രാഹ്മണൻ യാത്ര ചോദിക്കാൻ ദമയന്തിയുടെ അടുക്കൽ വന്നപ്പോൾ അവൾ ബ്രാഹ്മണരോട് പറഞ്ഞു, എൻ്റെ പതിദേവനെ തേടി ദേശാന്തരങ്ങൾ നടക്കുമ്പോൾ കാണുന്ന ഓരോ ആൾക്കൂട്ടവും കേൾക്കത്തക്ക വിധം നിങ്ങൾ ഇപ്രകാരം വിളിച്ചു പറയണം: എൻ്റെ പ്രിയപ്പെട്ട കള്ളക്കുട്ട, എൻ്റെ സാരിയുടെ പകുതി കീറിയെടുത്തുകൊണ്ട് ഈ ദാസിയെ വനത്തിൽ ഉറങ്ങുന്ന വേളയിൽ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ട് പോയി കളഞ്ഞു? അങ്ങയുടെ ആ ദാസി ഇന്നും ആ പകുതി സാരി ഉടുത്തു തന്നെ അങ്ങയെ പ്രതീക്ഷിച്ചു കഴിഞ്ഞുകൂടുന്നു. അങ്ങയുടെ വിയോഗത്തിൽ ഞാൻ ഉരുകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ പറയുന്നത് കേട്ട് ആരെങ്കിലും ഒരു ഉത്തരം തന്നാൽ ഉടനെ തന്നെ അയാൾ ആരാണ്, എവിടെ വസിക്കുന്നു എന്നീ കാര്യങ്ങൾ എന്നെ അറിയിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ബ്രാഹ്മണരെ ദമയന്തി വിടുന്നത്. അതിനുശേഷം പറയുകയാണ്, ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കണം. ഞാൻ പറഞ്ഞത് തന്നെയാണ് നിങ്ങൾ ഇത് വിളിച്ചു ചോദിക്കുന്നത്. എന്നാൽ ഇക്കാര്യം ശ്രോതാവിന് മനസ്സിലാകരുത്. അതായത് ദമയന്തി പറഞ്ഞു കൊടുത്തിട്ടാണ് പറയുന്നതെന്ന് ശ്രോതാവിന് മനസ്സിലാകുകയും ചെയ്യരുത്. ഏ രീതിയിലാണ് വിളിച്ചു പറയേണ്ടതെന്ന് പറയുന്നു. നളനെ അന്വേഷിച്ചിട്ട് ബ്രാഹ്മണർ പുറപ്പെടുകയാണ്. അനേക ദിവസം അന്വേഷിച്ച് നടന്ന ശേഷം പർണാദൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ കൊട്ടാരത്തിൽ തിരികെ വന്ന് ദമയന്തിയോട് പറഞ്ഞു, രാജകുമാരി, ഭവതിയുടെ നിർദ്ദേശമനുസരിച്ച് നളരാജാവിനെ അന്വേഷിച്ച് ഞാൻ അയോധ്യയിലെത്തി. അവിടെ ഋതുപർണ മഹാരാജാവിൻ്റെ അടുത്തു ചെന്ന് ഭവതിയുടെ കഥന മുഴുവൻ കേൾപ്പിച്ചു. എന്നാൽ അവിടെ ആരും ഒന്നും പ്രതികരിച്ചില്ല. ഞാൻ പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ ഋതുപർണ രാജാവിൻ്റെ സാരഥിയായ ബാഹുകൻ എന്നെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് കുറച്ചു കാര്യം പറഞ്ഞു. ആ സാരഥി ഋതുപർണൻ്റെ അശ്വശിക്ഷകനാണ്. രുചികരമായ ആഹാരങ്ങൾ പാകം ചെയ്യും. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൈകൾ ചെറുതും മുഖം വിരൂപവുമാണ്. ദീർഘശ്വാസം വിട്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, കുലീനകളായ സ്ത്രീകൾ ഘോര വിപത്ത് വന്നുപെട്ടാലും തൻ്റെ ശീലത്തിൽ നിന്നും വ്യതിചലിക്കുകയില്ല. അവർ തങ്ങളുടെ പാതിവൃത്യത്തിൻ്റെ ബലത്തിൽ സ്വർഗം കീഴടക്കും. അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചാൽ പോലും ഭർത്താവിനോട് കോപിക്കുകയില്ല. സദാചാരം നിലനിർത്തുകയും ചെയ്യും. നിർബുദ്ധി ഇല്ലാതായി പോയതുകൊണ്ടായിരിക്കാം അയാൾ പത്നിയെ ത്യജിച്ചത്. ബുദ്ധികെട്ട ആ ഭർത്താവിനോട് കോപിച്ചിട്ട് എന്ത് കാര്യം? എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഭർത്താവ് പത്നിയെ വേണ്ട വിധം സൽക്കരിച്ചില്ല. എന്നാൽ ആ ഭർത്താവ് രാജ്യലക്ഷ്മിഹീനനും വിശന്നു വലഞ്ഞവനും സങ്കടഗ്രസ്തനും കാലക്കേടുള്ളവനും ആയിരുന്നു. അങ്ങനെയുള്ള ഒരു ഭർത്താവിനോട് ക്രോധം കാണിക്കുന്നത് ഉചിതമല്ല. തൂവല് വിറ്റെങ്കിലും ജീവിക്കാമെന്ന് വിചാരിച്ച് ഉടുവസ്ത്രം അഴിച്ചു വിരിച്ച് പക്ഷികളെ കുടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ പക്ഷികൾ ആ വസ്ത്രവും കൊണ്ട് പറന്നുപോയി. മാനം മറക്കാൻ പോലും ഒന്നുമില്ലാത്ത അവൻ്റെ ഹൃദയവേദന അസഹ്യമായിരുന്നു. രാജകുമാരി, ഇങ്ങനെയൊക്കെ ബാഹുകൻ എന്നോട് പറഞ്ഞു എന്ന വിവരം ഞാനിതാ ദമയന്തിയോട് ഭവതിയോട് പറയുകയാണ്. ഇനി അവിടുന്ന് എന്താണ് ഉചിതമെന്ന് വേണ്ടത് വെച്ചാൽ ചെയ്യുമെന്ന് ഈ ബ്രാഹ്മണൻ ആരോട് പറയുകയാണ്? ദമയന്തിയോട് പറയുകയാണ്. കാരണം ഇങ്ങനെ ഋതുപർണ കൊട്ടാരത്തിൽ ചെന്ന് ദമയന്തിയുടെ കഥ മുഴുവൻ പറഞ്ഞപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. പക്ഷെ പോകാൻ നേരത്താണ് ഈ ബാഹുകൻ ഇയാളെ വിളിച്ചിട്ട്, ഈ ബ്രാഹ്മണനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്യുന്നത്? ദമയന്തിയോട് പറയുന്നത്. ഇങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ആ ബ്രാഹ്മണനായ പർണാദൻ എന്നാണ് ആ ബ്രാഹ്മണൻ്റെ പേര്. ആ പർണാദൻ ദമയന്തിയോട് പറയുന്നു. ബ്രാഹ്മണൻ പറയുന്നത് കേട്ട് ദമയന്തിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തൻ്റെ അമ്മയോട് കാര്യങ്ങൾ രഹസ്യമായി പറഞ്ഞു. അമ്മേ, ഇക്കാര്യം അമ്മ അച്ഛനോടിപ്പോൾ പറയണ്ട. ഞാൻ സുദേവ ബ്രാഹ്മണനെ പതിദേവനെ കണ്ടുപിടിക്കാൻ നിയോഗിക്കുകയാണ്. സുദേവൻ ഒരു ശുഭമുഹൂർത്തത്തിൽ എന്നെ ഇവിടെ എത്തിച്ചതുപോലെ എൻ്റെ ഭർത്താവിനെയും ഇവിടെ എത്തിക്കും.
ദമയന്തി എന്നിട്ട് ഉടനെ തന്നെ സുദേവനെ വിളിച്ചു. ഹേ ബ്രാഹ്മണദേവ, അങ്ങ് ഉടനടി അയോധ്യ നഗരത്തിലേക്ക് പുറപ്പെടണം. അവിടെ ചെന്ന് ഋതുപർണനോട് ഭീമകപുത്രിയായ ദമയന്തി വീണ്ടും സ്വയംവരത്തിന് ആഗ്രഹിക്കുന്നുവെന്ന് പറയണം. എന്നിട്ട് പറയണം, വലിയ വലിയ രാജാക്കന്മാരെല്ലാം സ്വയംവര മണ്ഡപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വയംവരം നാളെയാണ് നടക്കുന്നത്. അതുകൊണ്ട് അങ്ങേക്ക് എത്താമെങ്കിൽ എത്തിക്കോളൂ. നാളൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ഇപ്പോൾ ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് നാളെ സൂര്യോദയ വേളയിൽ അവൾ മറ്റൊരുവനെ വരിക്കുന്നു. ഈ വിവരം എന്ത് ചെയ്യണം? സുദേവൻ ചെന്നിട്ട് അയോധ്യ നഗരിയിൽ ചെന്നിട്ട് ഋതുപർണനോട് പറയണം. അപ്പോൾ നാളെയാണ് വിവാഹം, ഇന്നാണ് പറയേണ്ടത്. ആ രീതിയിലാണ് പറഞ്ഞു വിടുന്നത്. ദമയന്തിയുടെ വാക്ക് കേട്ട് സുദേവൻ അയോധ്യയിലേക്ക് പോയി രാജാവായ ഋതുപർണനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സുദേവനിൽ നിന്നും കാര്യം മനസ്സിലാക്കിയ ഋതുപർണൻ ബാഹുകനെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ട ബാഹുക, നാളെ ദമയന്തിയുടെ സ്വയംവരമാണ്. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് വിദർഭദേശത്തെത്തണം. ഒരു ദിവസത്തിനുള്ളിൽ അവിടെ എത്താമെന്ന കാര്യം സാധ്യമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിക്കാം. നിനക്കതിന് പറ്റുമോ? അതായത് സാധാരണ നിലയിൽ ഈ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ രഥത്തിൽ ആ ദേശത്തേക്ക് ഒറ്റ ദിവസം കൊണ്ട് എത്താൻ കഴിയില്ല. പക്ഷേ അസാമാന്യമായ രീതിയിൽ കുതിരയെ ഓടിക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ ദിവസം കൊണ്ട് എത്താനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ബാഹുകനെ വിളിച്ച് ഋതുപർണൻ ചോദിക്കുന്നത്, ഒരു ദിവസം കൊണ്ട് നീ എന്നെ എത്തിപ്പിക്കാമോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് പുറപ്പെടാമെന്ന്. ഋതുപർണൻ്റെ വാക്കുകൾ കേട്ട് നളന് തൻ്റെ ഹൃദയത്തിൽ അമ്പ് തറച്ചതുപോലെയായി, ദുഃഖത്തിൻ്റെ ആവേശത്താൽ മത്തു പിടിച്ചതുപോലെയായി. എന്നിട്ട് ദമയന്തി സ്വയംവരത്തിന് ഒരുങ്ങുകയാണെന്നൊക്കെ നളൻ അങ്ങ് ധരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും നളൻ ചിന്തിക്കുകയാണ്, അങ്ങനെയൊക്കെ ദമയന്തിക്ക് ചെയ്യാൻ പറ്റുമോ? എന്തായാലും അവിടെ ചെന്നാൽ ആ വിവരം അറിയാൻ പറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകേണ്ടതാണ് എന്ന് വിചാരിച്ചിട്ട് ഋതുപർണനോട് പറയുകയാണ്, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തിക്കാം, പെട്ടെന്ന് തന്നെ അങ്ങ് ഒരുങ്ങിക്കോളൂ എന്ന് പറയുന്നു. എന്നിട്ട് അശ്വശാലയിൽ ചെന്നിട്ട് ശീഘ്രഗാമികളായ, അതായത് പെട്ടെന്ന് പോകാൻ അത്രയും സാമർഥ്യമുള്ള 4 കുതിരകളെ തിരഞ്ഞെടുത്തു നളനെ. എന്നിട്ട് ഋതുപർണൻ്റെ രഥത്തിൽ പൂട്ടി സവാരിയായി. ആകാശചാരികളായ പക്ഷികൾ, നദികൾ, പർവ്വതവും വനവുമെല്ലാം ഞൊടിയിടയിൽ കടന്നു പോകുന്നത് പോലെ ബാഹുകൻ്റെ രഥം എന്ത് ചെയ്യുന്നു? അതിഭീകരമായി സ്പീഡിൽ പോകാൻ തുടങ്ങി. അപ്രകാരം ശീഘ്രഗതിയിൽ പോകുന്ന വേളയിൽ ഋതുപർണൻ്റെ തോൾവസ്ത്രം താഴെ വീണുപോയി. ഋതുപർണൻ ബാഹുകനോട് പറഞ്ഞു, ബാഹുക, ഞാൻ എൻ്റെ 2ാം മുണ്ട് ഒന്ന് എടുപ്പിക്കട്ടെ, രഥം ഒന്ന് നിർത്തുക. ഉടനെ നളൻ മറുപടി പറഞ്ഞു, അങ്ങയുടെ വസ്ത്രം വീണെന്ന കാര്യം പറഞ്ഞത് ഇപ്പോഴാണ്, എന്നാൽ നാം അവിടുന്ന് 1 യോജന മുമ്പോട്ട് പോയിരിക്കുന്നു. ഇനി അത് പോയി എടുക്കാൻ കഴിയുകയില്ല എന്ന് നളൻ പറയുന്നു. അപ്പോൾ ഋതുപർണന് എന്ത് ചെയ്യുന്നു? വലിയ സന്തോഷം. ഈ ഒരു വിദ്യ എങ്ങനെങ്കിലും ഒന്ന് കൈക്കലാക്കണം, ഇത്രയും സ്പീഡിൽ പോകുന്ന ആ വിദ്യ ഒന്ന് കൈക്കലാക്കണമെന്ന് ഋതുപർണന് ഒരാഗ്രഹം തോന്നുന്നു. അങ്ങനെ ഋതുപർണൻ പറയുകയാണ്, നിനക്ക് അശ്വഹൃദയ വിദ്യ അറിയാമല്ലോ, എന്നാൽ എനിക്ക് എൻ്റെ അക്ഷഹൃദയ വിദ്യ, അതായത് കണക്കിലുള്ള എൻ്റെ ആ ഒരു സാമർഥ്യം എനിക്ക് വലിയ കൂടുതലാണ്. എൻ്റെ സാമർഥ്യം നീ കണ്ടുകൊള്ളുക എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ ഒരു മരമുണ്ട്. ആ മരത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ മരത്തിൽ എത്ര ശാഖകളുണ്ടെന്നും എത്ര ഇലകളുണ്ടെന്നും ഞാൻ പെട്ടെന്ന് തന്നെ പറയാമെന്നും പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയിട്ട് എത്ര ഇലകളുണ്ടെന്ന് ഉടനെ തന്നെ എന്ത് ചെയ്യുകയാണ്? ശാഖകളും ഉണ്ടെന്ന് പറയുകയാണ്. ഉടനെ തന്നെ നളൻ അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യാണ്? ഈ ശാഖകളും ഇലകളുമെല്ലാം പഴങ്ങളുമെല്ലാം എണ്ണി നോക്കി. അപ്പോൾ ഋതുപർണൻ പറഞ്ഞ കറക്റ്റായിരുന്നു. അതായത് ആ വൃക്ഷത്തിൻ്റെ 2 ശാഖകൾ 5 കോടി ഇലകളുണ്ട്, 2000 ഫലങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ എണ്ണിക്കോളാനും പറയുന്നുണ്ട്. അങ്ങനെ എണ്ണി നോക്കിയപ്പോൾ കറക്റ്റായിട്ട് അപ്പോൾ ഋതുപർണൻ എന്ത് ചെയ്യുന്നു? കണക്കിൽ അതിസമർത്ഥനാണ് ഋതുപർണൻ എന്ന് അവിടെ തെളിയിക്കുകയാണ്. ഉടനെ തന്നെ ബാഹുകൻ പറയുകയാണ്, അങ്ങയുടെ ഗണിത കൗശലം വളരെ അത്ഭുതാവഹം തന്നെ, അങ്ങയുടെ ഈ വിദ്യ എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് പറയുന്നു. ഉടനെ ഋതുപർണൻ പറയുകയാണ്, ഗണിത വിദ്യയെപ്പോലെ പകിട വിദ്യയിലും എനിക്ക് വളരെയധികം നൈപുണ്യമുണ്ടെന്ന് പറയുകയാണ്. ഉടനെ ബാഹുകൻ പറഞ്ഞു, അങ്ങ് എനിക്ക് പകിട വിദ്യ പറഞ്ഞു തന്നാൽ ഞാൻ അശ്വഹൃദയ വിദ്യ അങ്ങേക്ക് പറഞ്ഞു തരാമെന്ന് പറയുന്നു. അങ്ങനെ ഋതുപർണൻ വിദർഭദേശത്ത് എത്താനായിട്ട് വലിയ തിടുക്കമുണ്ടായിരുന്നെങ്കിലും അശ്വഹൃദയ വിദ്യ പഠിക്കണമെന്ന താല്പര്യമുള്ളതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്യുന്നു? അക്ഷഹൃദയ വിദ്യ നളനെ പഠിപ്പിക്കുന്നു. അപ്പോൾ അക്ഷഹൃദയ വിദ്യ ഋതുപർണൻ നളനെ പഠിപ്പിച്ചപ്പോൾ നളൻ തിരിച്ചെന്ത് ചെയ്യുന്നു? അശ്വഹൃദയ വിദ്യ, അതായത് ഈ കുതിരകളുടെ ആ സ്പീഡിൽ പോകുന്നതിനുള്ള, കുതിരകളെ പെട്ടെന്ന് അങ്ങനെ സ്പീഡിൽ കൊണ്ടുപോകുന്നതിനുള്ള ആ ഒരു വിദ്യ തിരിച്ചങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അന്ന് കാർക്കോടകൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഋതുപർണൻ എപ്പോഴാണോ
അക്ഷഹൃദയ വിദ്യ നളന് പറഞ്ഞു കൊടുക്കുന്നത്, അതുപോലെ തന്നെ അശ്വഹൃദയ വിദ്യ നളൻ തിരിച്ച് ഋതുപർണന് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഇവർ രണ്ടുപേരും പരസ്പരം അവരവർക്കറിയാവുന്ന ആ വിദ്യകൾ കൈമാറുന്ന സമയത്ത് കലി നളനിൽ നിന്നും പുറത്തു പോകുമെന്ന് ആര് പറഞ്ഞിരുന്നു? കാർക്കോടകൻ പറഞ്ഞിരുന്നു. അങ്ങനെ അക്ഷഹൃദയ വിദ്യ ഉൾക്കൊണ്ട ഉടനെ തന്നെ നളനിലെ കലി കാർക്കോടകൻ്റെ തീക്ഷണ വിഷത്തിൽ കത്താൻ തുടങ്ങി. അയാൾ നളൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തു ചാടി. തന്നെ ഉപദ്രവിച്ച കലിയെ കണ്ട് നളൻ അയാളെ ശപിക്കാൻ തുടങ്ങവേ കലി 2 കൈ കൂപ്പി നളനോട് അപേക്ഷിക്കുകയാണ്, അവിടുന്ന് എന്നെ ശപിക്കരുത്. തിരുവുള്ളം കൊണ്ട് ശാന്തനായി തീർന്നാലും അവിടുന്ന് ദമയന്തിയെ ഉപേക്ഷിച്ച നിമിഷം തന്നെ ആ റാണി എനിക്ക് ശാപം തന്നിരുന്നു. ആ ശാപം മൂലമാണ് എനിക്ക് കർക്കോടക വിഷം ഏറ്റത്. കർക്കോടക വിഷത്തിൽ ഞാൻ അനുനിമിഷം അങ്ങയുടെ ശരീരത്തിൽ എരിഞ്ഞു കഴിയുകയായിരുന്നു. ഇതാ ഞാൻ അങ്ങയുടെ കാലടികളിൽ ശരണം പ്രാപിക്കുന്നു. തെറ്റു ചെയ്തവനായണെങ്കിലും ഈ ഉള്ളവൻ്റെ അഭ്യർത്ഥന ശ്രദ്ധിക്കണം. ദയവായി എന്നെ ശപിക്കരുത്. ദമയന്തി ശപിച്ചു കഴിഞ്ഞ കലിയെ വീണ്ടും ശപിക്കണ്ട എന്ന് നളൻ വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം ശാന്തനായി കലിയെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. അങ്ങനെ കലിയുടെയും നളൻ്റെയും ഈ സംവാദം പക്ഷെ ആരും കേട്ടില്ല എന്നതാണ് അതിവിശേഷം. കലി നളനെ വിട്ടൊഴിഞ്ഞെങ്കിലും നളനിലെ വിരൂപത മാറിയില്ല. അദ്ദേഹം രഥത്തെ അതിവേഗത്തിൽ പായിച്ചു. സന്ധ്യയോടുകൂടി രഥം വിദർഭയിൽ എത്തിച്ചേർന്നു. എത്തിയ പാടെ ഋതുപർണൻ ഭീമകന് സന്ദേശം അയച്ചു. ഭീമകൻ ഋതുപർണനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ഋതുപർണൻ്റെ രഥത്തിൻ്റെ ആ പ്രത്യേക തരത്തിലുള്ള ശബ്ദമൊക്കെ നളനെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമായിരുന്നു. അപ്പോൾ ദമയന്തി പറയുകയാണ്, ഈ രഥത്തിൻ്റെ ഉരുളുന്ന ശബ്ദം തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്നു. ഈ രഥം ഓടിക്കുന്നയാൾ എൻ്റെ പതിദേവനാണെന്ന് തോന്നുന്നു എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ദമയന്തി കൊട്ടാരത്തിലെ ജനൽ ചുമരിൽ കയറി നിന്ന് രഥം വരുന്നതും ആ രഥത്തിൽ നിന്നും സാരഥി താഴെ ഇറങ്ങുന്നതുമെല്ലാം നോക്കി നിന്നു. ഇനി ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം പറയാം. ഒരുപാടുണ്ട്, ഇപ്പം തന്നെ ഒത്തിരി സമയമായി. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടെന്ന് പറയണം. എല്ലാവരും അടുത്ത ഭാഗം കേൾക്കണം. അതുപോലെ ഗീതാ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഗീതാ ക്ലാസ് എല്ലാവരും കേൾക്കണം. ദുർഗാ സപ്തശ്ലോകിയൊക്കെ എല്ലാവരും ജപിക്കണം, ഭഗവാനെ പ്രാർത്ഥിക്കണം, ജപം തുടരണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.